ആഗ്രഹിച്ച ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഏതാണെന്നല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 PSC നടത്തിയ എക്സാമുകളിൽ കറന്റ് അഫയേഴ്സിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാല്ലേ? നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്. എന്താണ് ക്വസ്റ്റ്യൻ? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്. എന്നാണ്? 2025 മെയ് 2-നാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുവാണ്, ഡെയിലി പത്രം വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ്. ഉത്തരം JD വാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഉത്തരം വാരണാസി. ഇനി അടുത്ത ഒരു ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ V നാരായണൻ. ഇനി നമുക്ക് സ്പോർട്സിൽ നിന്നുള്ള ഒരു ചോദ്യം നോക്കാം. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം പുല്ലമ്പാറ. ഇനി അടുത്തത്, വനിതകൾക്കായിട്ട് സുഭദ്ര യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഒഡീഷ. ഒഡീഷയാണ് വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഇനി പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? നമുക്കറിയാവുന്നതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ഉത്തരം മിഠായി. എന്താണ്? മിഠായി. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം A ജയതിലക്. ഇനി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. ഡെയിലി പത്രം വായിക്കുന്നവർക്കൊക്കെ സുഖമായിട്ട് എഴുതാൻ പറ്റും ഇതൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്, തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ പത്രം വായിക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഉത്തരം BR ഗവായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? ഉത്തരം അജയ് ബംഗ. ഇനി ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓഫ് മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? എന്താണ് ഉത്തരം? IUCN. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഉത്തരം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വീഡിയോ നിങ്ങൾക്ക് വളരെ സഹായകരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.